ഹൈക്കോടതി ജഡ്ജിയുടെ നിർദ്ദേശമുണ്ടായിട്ടും നഗരത്തിലെ ഫ്ലെക്സ് ബോർഡുകൾ മാറ്റാതെ കൊല്ലം കോർപ്പറേഷൻ. CPM സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചിന്നക്കടയിലടക്കം സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളാണ് നീക്കം ചെയ്യാത്തത്. ബോർഡുകൾ ഉടനടി മാറ്റണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കോർപ്പറേഷൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ നവംബർ അവസാന വാരം കൊല്ലത്ത് കോടതി സമുച്ചയം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചിന്നക്കടയിലെ PWD റെസ്റ്റ് ഹൗസിൽ വിശ്രമിക്കാനെത്തിയപ്പോഴാണ് നിരത്തു നിറയെ ഫ്ലെക്സ് ബോർഡുകൾ കണ്ടത്. ഉടൻ തന്നെ കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചു വരുത്തി നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു. മണിക്കൂറുകൾക്കകം തന്നെ നഗരത്തിലെ ഫ്ലെക്സുകൾ കോർപ്പറേഷൻ ജീവനക്കാരെത്തി നീക്കം ചെയ്തു. എന്നാൽ ഇന്ന് അതേ സ്ഥലങ്ങളിൽ വീണ്ടും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. ബോർഡുകളും തോരണങ്ങളും അടക്കം നീക്കം ചെയ്യണമെന്ന് വീണ്ടും ജഡ്ജി കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇതുവരെയും നടപടിയുണ്ടായില്ല. CPM സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നഗരത്തിലാകെയും ഫ്ലെക്സ് ബോർഡുകളുണ്ട്. പൊതുജനങ്ങൾ നടക്കുന്ന പാതകളിലും വാഹനങ്ങളുടെ കാഴ്ച മറയുന്ന തരത്തിലുമൊക്കെ ഉയർന്നു നിൽക്കുന്ന ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യാൻ കോർപ്പറേഷൻ തയ്യാറായില്ല. ഇക്കാര്യം ചോദിച്ചപ്പോൾ നടപടിക്രമങ്ങൾ നടന്നു വരുന്നുവെന്നായിരുന്നു കോർപ്പറേഷൻ സെക്രട്ടറിയുടെ മറുപടി. ഇതിനോടകം തന്നെ സമ്മേളന പരിപാടികൾ ആരംഭിച്ചിട്ടുമുണ്ട്. സമ്മേളനം അവസാനിക്കുന്നതുവരെ ബോർഡുകൾ നീക്കം ചെയ്യാതെ നിലനിർത്താനുള്ള ശ്രമമാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുമുള്ളത്. അതേസമയം മുൻപ് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡുകൾ അറിയിപ്പ് പോലും നൽകാതെ നീക്കം ചെയ്തുവെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഇതിനിടെയാണ് CPMന്റെ പ്രചാരണ ബോർഡിലേക്ക് പ്രകാശം പകരാനായി ഹൈമാസ് ലൈറ്റിൽ നിന്നും വൈദ്യുതി മോഷണവും നടന്നത്. ബോർഡുകൾ നീക്കം ചെയ്യാൻ ജഡ്ജിയുടെ നിർദ്ദേശമുണ്ടായിട്ടും നടപടിയെടുക്കാതെ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന കോർപ്പറേഷൻ അധികൃതർക്കെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. ജനം, കൊല്ലം.